إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تيأسوا من روح الله لا ييأس من روح الله إلا القوم الكافرون ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സർവശക്തനും കരുണാവരനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായുമൊക്കെ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. വ്യക്തിപരമായ വിഷമങ്ങളിൽ നീണ്ടകാലത്തെ ഒരു നിരാശ, കുടുംബകാലത്തുണ്ടാകുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, വിഷയങ്ങളിൽ, വേദനകളിലൊക്കെ ഒരു ദീർഘകാലത്തേക്കുള്ള നിരാശ, അതുപോലെ തന്നെ സാമൂഹ്യമായ പശ്ചാത്തലങ്ങളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ കാലഘട്ടങ്ങളിലും പ്രത്യേകമായ കാരണങ്ങളുണ്ടാകും. അതിലൊക്കെ വല്ലാതെ വിഷമിച്ചും നിരാശപ്പെട്ടും സ്വയം തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തെ ഇസ്ലാം ഏത് കാലത്തും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തൊക്കെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് നിരന്തരമായി ഇടപെട്ട് തന്നെ അതിനെ ഭൗതികപരമായും മറ്റുള്ള രീതിയിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത്ര കാലം വളർന്നതും പടർന്ന് പന്തലിച്ചതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് പൗരന്മാരെ വേർതിരിക്കുന്ന തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കപ്പെടുന്നു. പൗരത്വ ബില്ലിനെ കുറിച്ച് വലിയ ആശങ്ക പടർത്തുന്ന വാർത്തകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നു. കശ്മീരിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 88 ലക്ഷത്തിലധികം ആളുകൾ കശ്മീരിൽ തടവിലാണ് എന്നതാണ് ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ കണ്ടത്. ആൾക്കൂട്ട കൊലപാതകങ്ങളും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ധാരാളമായി വർദ്ധിച്ചു വരികയും ഇതിലൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകം ടാർഗറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു എന്ന നിലക്കുള്ള
വലിയ ഭീതിതമായ വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഭരണരംഗത്തുള്ള ഭരണസിരാകേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും പലപ്പോഴും പ്രതികരിക്കാൻ സാധിക്കാതിരിക്കുന്നു എന്നതുമൊക്കെ നമ്മുടെ ഈ ആശങ്ക, ഈ പേടിയെ വർദ്ധിപ്പിക്കുക സ്വാഭാവികമാണ്. തീവ്രവാദത്തിൻ്റെയും മാവോയിസ്റ്റ് തീവ്രവാദത്തിൻ്റെയും ഒക്കെ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണ് മുസ്ലിങ്ങൾ. ഏതിലും ഒരു കൊമേഡിയൻ കഥാപാത്രങ്ങളായി മുസ്ലിങ്ങളെ അവതരിപ്പിക്കുന്ന പ്രത്യേകമായ താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ സിനിമകളിലും ഡോക്യുമെന്ററികളിലുമൊക്കെ മുസ്ലിങ്ങളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സമീപനങ്ങൾ നിരന്തരമായി വരികയാണ്. സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വരെ അവസാനം ഭയങ്കര ഏറ്റുമുട്ടലുകളിലൂടെ കടന്നു പോകുന്നു. സൂചിപ്പിച്ചത് മുസ്ലിങ്ങൾ വലിയ ചർച്ചയാകുന്നു എന്നത് പ്രത്യേകമായ പരിതസ്ഥിതികളിൽ പലതരത്തിലുള്ള ഭീതി, പേടി, നിരാശ, ആശങ്കയൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് കൈമാറുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. പക്ഷെ ഇത് ഈ കാലത്ത് മാത്രം രൂപപ്പെട്ട ഒരു സംഗതിയാണോ എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാം ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികരണങ്ങളൊക്കെ നേരിടുകയും അന്നുണ്ടാവുന്ന ഓരോ വെല്ലുവിളികളെയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് വളരെ ആസൂത്രണത്തോടെ അവരുടെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ കരുത്തുകൊണ്ടും കൃത്യമായ അവരുടെ കർമ്മ നൈരന്തര്യം കൊണ്ടും ഇടപെട്ട് മറികടന്നിട്ടുണ്ട് എന്നത് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ അറിയേണ്ടതുണ്ട്. വേവലാതികൾ, പരാതികൾ, പരിഭവങ്ങൾ, അതിലൊക്കെ നമ്മൾ ഉൾവലിഞ്ഞ് പേടിയോടും നിരാശയോടും കൂടി മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ വഴികളും അവസാനിച്ചോ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വഴികളും തീർന്നുപോയോ? ഇനി രക്ഷയില്ലാത്ത തരത്തിൽ മുസ്ലിങ്ങൾ വളരെ അധപ്പതിച്ചു പോകുന്ന ഒരു സമൂഹമായി മാറേണ്ടി വരുമോ? ഇങ്ങനെയുള്ള പേടികൾ വളരെ ആസൂത്രിതമായി നമ്മുടെ മീഡിയകളിലൂടെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂചിപ്പിച്ചല്ലോ, ഓരോ കാലഘട്ടത്തിലും ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിധേയരായി നാം ഭയപ്പെട്ടുകൊണ്ടും നിരാശപ്പെട്ടുകൊണ്ടുമാണോ മുന്നോട്ട് പോകേണ്ടത്? നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ആത്യന്തികമായി ആരെയാണ് പേടിക്കേണ്ടത്, നിങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത് എന്ന് നമുക്ക് വലിയ പ്രതീക്ഷയുടെ വാക്കുകൾ, വചനങ്ങൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, തഖ്ശൗനഹും, നിങ്ങൾ അവരെ പേടിക്കണം. അത് ഓരോ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളുമായി നമ്മൾ ബന്ധിപ്പിച്ചാൽ മതി. അവരെ പേടിക്കുകയാണോ? ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹു ഇൻ കുൻതും മുഅ്മിനീൻ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എന്നാലേ അള്ളാഹിനെ പേടിച്ചാൽ മതി. അള്ളാഹു ആണ് നിങ്ങൾ ഭയപ്പെടാൻ ഏറ്റവും അർഹൻ. ആരാണെങ്കിൽ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളുടെ ഉള്ളിൽ ഈമാനിന്റെ കരുത്തുണ്ട് എങ്കിൽ, ഈമാൻ പരിപൂർണമായി അത് അതിൻ്റെതായ ഓജസ്സും തേജസ്സോടുകൂടി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പത്തെ ഈ കോലാഹലങ്ങളിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹ് കൂടെയുണ്ട് എന്നത് അയാൾക്ക് വലിയ ആശ്വാസം പകരും എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നിരാശ എന്നത് നമ്മളെ തകർത്ത് കളയും. യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞു, നിരാശ സത്യവിശ്വാസികളുടേതേ അല്ല. നിരാശ എന്നതൊരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ് എന്ന ഖുർആൻ പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് യൂസുഫിലെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന നിഅമത്തുകളെ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളെ പറ്റി ഒരിക്കലും നിരാശപ്പെടേണ്ടതേയില്ല. എന്നിട്ട് പറഞ്ഞു, ലാ യഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. വിശ്വാസമില്ലാത്ത ആളുകളുടെ ലക്ഷണമാണ് എന്ത്? എന്തിനും ഏതിനും ടെൻഷൻ അടിച്ച് ജീവിതം നശിപ്പിക്കുക എന്നുള്ളത്, നിരാശപ്പെടുക എന്നത്. നിരാശപ്പെട്ട് അവന്റെ ശരീരത്തെയും മനസ്സിനെയും ദുർബലമാക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സത്യനിഷേധികളാണ് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ആശ്വാസത്തിന്റെ കാര്യത്തിൽ നിരാശപ്പെടുന്നവരെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ട ആളുകളാണോ? അല്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ആരാ നിരാശപ്പെടുന്ന ആളുകൾ? വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ. വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ. വഴിപിഴച്ചു പോയവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഒരു സമൂഹത്തെ ഒരു ഖൗമിനെ പരാജയപ്പെടുത്താനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് യുദ്ധം ചെയ്യലല്ല, നേരിട്ട് ആക്രമിച്ച് തീർക്കലല്ല. അങ്ങനെ തീർക്കാൻ കഴിയില്ല. അതിൽ നിന്ന് പുതിയ ആളുകൾ പുതിയ ആവേശത്തോടു കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അല്ലെങ്കിൽ പുതിയ ഉണർവുണ്ടാകും. അപ്പൊ എന്താണ് സമൂഹത്തെ മൊത്തത്തിൽ പരാജയപ്പെടുത്താനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്?
ആ സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയുക എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കാനുള്ള സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിരാശ പടർത്തലാണ്. ഇനി രക്ഷയില്ല. മുസ്ലിങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു, ഇവിടെ അവർ പിടിക്കപ്പെട്ടു, അവിടെ എത്ര ആളുകൾ തുറുങ്കിലടക്കപ്പെട്ടു, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു, അവരുടെ പള്ളികളിൽ അവർക്ക് അനുകൂലമായി കിട്ടേണ്ട വിധികളൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോന്നോരോന്നായി നമ്മുടെ കൗമിലേക്ക് പടർത്തി നമ്മളെ നിരാശരാക്കുകയും അതിലൂടെ നമ്മുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ സമൂഹത്തെ തകർക്കാൻ കഴിയുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടേണ്ടതില്ല, നമ്മുടെ പ്രത്യാശകൾ ഇല്ലാതാകേണ്ടതില്ല. യഥാർത്ഥത്തിൽ യുദ്ധവും കലാപവും ഒക്കെ എവിടെ നടക്കുന്നത്? ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു പരിക്ക്, ഒരു കലാപം, ഒരു പ്രശ്നം ഇതുവരെ നമ്മൾ നേരിട്ടിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ മനസ്സിൽ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മനസ്സിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. മതത്തിന്റെ പേരിൽ, സംഘടനകളുടെ പേരിൽ, സങ്കുചിതമായ സാഹചര്യങ്ങളുടെ പേരിലൊക്കെ മനസ്സ് വലിയ സംഘർഷമാണ്. ഒരു പേപ്പർ വായിച്ചാൽ മനസ്സ് അസ്വസ്ഥായി, ഒരു സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും തുറന്നാൽ മനസ്സ് അസ്വസ്ഥായി, ചാനലുകൾ തുറന്നാൽ മനസ്സ് അസ്വസ്ഥായി. ഇങ്ങനെ സംഘർഷവും കലാപവും യുദ്ധങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലാണ് ഇതൊക്കെ നടക്കുന്നത്. മനസ്സിൽ യുദ്ധം നടക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? മനസ്സിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്ക് ഭൂമിയിൽ നേരിട്ടുള്ള ഒരു സമര പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ആദ്യം തളർന്നു പോയി എന്ന് വിചാരിക്കുക, ഇനി രക്ഷയില്ല എന്ന് വിചാരിക്കുക. നമുക്ക് ഈ സാഹചര്യങ്ങളെ നേരിട്ട് വരുമ്പോൾ ഒന്നും വിജയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വീണുപോകും എന്ന് കരുതി നടന്നു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര നടക്കാനുള്ള വഴി വിശാലമാണെങ്കിലും, നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെയാണ് അയാൾ നടന്നു പോകണമെങ്കിലും വീണുപോകും എന്നുള്ള ബേജാറോട് കൂടിയാണ് പോകണമെങ്കിൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും? വീണുപോകും എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ എത്ര ഇടങ്ങേറുള്ള വഴികളിലും എന്നെ വീഴ്ത്താൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഏത് നൂൽപാലത്തിലൂടെയും സുഖകരമായി കടന്നു പോകാൻ കഴിയും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ ഇതാണ് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞതും. ഖുർആൻ ഈ ആത്മവിശ്വാസം നൽകുന്ന പരിശുദ്ധ വേദഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞു, എത്ര സ്ഥലത്താണ് നിങ്ങൾ സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, പേടിക്കണ്ട, ലാ തഹ്സൻ ലാ തഖാഫു, എത്ര സ്ഥലത്ത് പറഞ്ഞു. എന്നിട്ട് അതിന് കാരണം പറഞ്ഞത് എന്താണ്? അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങള് വളരെ ഉന്നതരാണ്. നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്ന് അടിച്ചമർത്തി ഇല്ലാതാക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ കാവലുള്ള ആൾക്കാരല്ലല്ലോ നമ്മള്. അള്ളാഹുവിന്റെ കാവലുള്ള സംരക്ഷണമുള്ള ഒരു മഹത്തായ ദീനിന്റെ ആളുകളാണ് നമ്മള്. അത്ര പെട്ടെന്ന് നിങ്ങളെ നിരാശപ്പെടുത്തി തളർത്താൻ കഴിയില്ല, നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കും, എത്ര വലിയ കോൺഫിഡൻസ് ആണ് ആ കൗമിന് അന്ന് പകർന്നു നൽകിയത്. സഹാബത്ത് അങ്ങനെയൊക്കെയാണ് തീച്ചൂളയിലൂടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ആദ്യത്തെ അടി കിട്ടി, ആദ്യത്തെ മർദ്ദനം കിട്ടി, ഓടിച്ചിട്ട് റസൂലുള്ളാഹി ആക്രമിച്ചു, കല്ലെറിഞ്ഞു. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ട് സഹാബികൾക്ക് പറഞ്ഞു, വിജയം വരും, പേടിക്കണ്ട. മുൻഗാമികൾ ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്, അവർ പിന്നീട് വിജയിച്ചിട്ടുണ്ട്. വിജയിച്ച കഥകളാണ് റസൂൽ അവരോട് പറഞ്ഞത്. ഖന്തഖ് യുദ്ധത്തിന്റെ ഒരു സന്ദർഭം നോക്കൂ. കിടങ്ങുകൾ ഇങ്ങനെ കുഴിക്കണം. കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ വലിയൊരു പാറക്കഷ്ണുണ്ട്. സഹാബികള് ഒരുപാട് തവണ ആഞ്ഞ് വെട്ടി നോക്കി, പക്ഷെ പാറ പിളർക്കാൻ പറ്റുന്നില്ല, പാറ പൊട്ടിക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലെ ആ പാറ പൊട്ടിക്കാൻ പറ്റുന്നില്ല. റസൂല് വന്നിട്ട് ആ പാറപ്പുറത്ത് അടിക്കുമ്പോഴുള്ള സംസാരമുണ്ട്. റസൂലുള്ള ഓരോ അടി അടിക്കുമ്പോഴും പറയുന്നത്, മുസ്ലിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്, മുസ്ലിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓരോ അടികൾ അടിക്കുമ്പോൾ പറഞ്ഞു, ഷാമിന്റെ താക്കോൽ, ഷാം എന്ന ഒരു മഹാരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നമ്മുടെ കയ്യിൽ വരുമെന്ന് സ്വപ്നം കാണും. അണികൾ വലിയ ആവേശത്തോടെ തക്ബീർ മുഴക്കി. നോക്കൂ, യമനിന്റെ താക്കോൽ, അധികാരം നമ്മുടെ കയ്യിൽ വരുമെന്ന് ഞാൻ പറയും, പ്രഖ്യാപിക്കണം റസൂലുള്ളാഹി. അവസാനം പറഞ്ഞു, പേർഷ്യ സാമ്രാജ്യം ഇതാ നമ്മൾ ജയിച്ചടക്കിയിരിക്കുന്നു. എന്താണ് ആവേശം? ഒരു പാറ പൊട്ടിക്കുന്നിടത്ത് റസൂൽ അവർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. മുസ്ലിം സംഘടനകളുടെ നേതൃത്വവും നേതാക്കന്മാരും മുസ്ലിങ്ങൾ ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ വലിയ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുമ്പോഴൊക്കെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസമാണ് അവർ പകരേണ്ടത്. ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളിലും നമ്മളിലുമൊക്കെ ഉണ്ടാകേണ്ടതും ഈ ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് എന്നതാണ് സൂചിപ്പിച്ചത്. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ കാരുണ്യം,
അതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്നതാണ്. മാത്രമല്ല, നിരാശപ്പെടുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിരാശയെ അള്ളാഹു വലിയ തോതിൽ വെറുക്കുകയാണ് ചെയ്തത് എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 15-ാമത്തെ ഒരായത്തുണ്ട്. അതില് അത് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയാണ്, മൻ കാന യظുന്നു അല്ലൻ യൻസുറഹുല്ലാഹ് ഫിദ്ദുനിയാ വൽആഖിറ മൻ കാന യظുന്നു അല്ലൻ യൻസുറഹുല്ലാഹ് ഫിദ്ദുനിയാ വൽആഖിറ. ദുനിയാവിലും ആഖിറത്തിലൊക്കെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ പറ്റിയാ പറയുന്നത്. ഇനി ഒരു രക്ഷയില്ല, നമ്മുടെ കഥ കഴിഞ്ഞ്. മുസ്ലിങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുകയാണ്, മർദ്ദിപ്പിക്കപ്പെടുകയാണ്, ആകെ പ്രയാസത്തിലാണ്, കൊല ചെയ്യപ്പെടുകയാണ്. ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എന്നിത്തരത്തിൽ അള്ളാഹുവിന്റെ സഹായം ഒന്നും വരുന്നത് കാണില്ല എന്ന നിരക്ക് നിരാശപ്പെടുന്നവരോട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു പറഞ്ഞു അവരോട് ആകാശത്തേക്ക് അവർ കൈ നീട്ടട്ടെ, അല്ലെങ്കിൽ ആകാശത്തേക്ക് ഒരു കയറെറിഞ്ഞുകൊള്ളട്ടെ എന്നതാണ്. എന്നിട്ട് ആകാശത്തേക്ക് ഒരു കയറെറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ കെട്ടി തൂങ്ങി ചത്തോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം, മരിച്ചോട്ടെ. ഓനെ കൊണ്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങി. എന്താ വിമർശിക്കുന്നത്? ഇതൊരിക്കലും ജയിക്കാൻ സാധ്യതയില്ല, ഇതൊരിക്കലും ഇസ്ലാം വളരാൻ സാധ്യതയില്ല, റസൂലിന്റെ കൂടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ നിരാശ പ്രചരിപ്പിച്ച ഒരു കൗമുണ്ടായിരുന്നു. മുസ്ലിങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരും മുനാഫിക്കുകളുമായ ആളുകൾ. അവരോടാ പറഞ്ഞത്, അവരിങ്ങനെ നിരാശപ്പെട്ടത് ഇങ്ങനെ പ്രചരിപ്പിച്ച് കഴിഞ്ഞു പോയിക്കോട്ടെ, ഒരു കാര്യം ഉണ്ടാവില്ല, അവരൊക്കെ തൂങ്ങി മരിക്കാൻ നല്ലത്. കാരണം അവർക്ക് ഇത് വിജയിക്കുമ്പോൾ അത് കാണാനുള്ള കരുത്തുണ്ടാവില്ല എന്നതാണ് അതിന്റെ ഒരു വിവക്ഷ. മറ്റൊന്ന് മുസ്ലിങ്ങളോടാണ്. ഉള്ളിൽ എന്താ ഉണ്ടാകുക, നാളെന്താ സംഭവിക്കുക, മറ്റന്നാൾ എന്താ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഖുർആൻ പറഞ്ഞു, എന്നിട്ട് അവനെന്ത് ചെയ്തോട്ടെ, അതിൻ്റെതായ നടപടിക്രമങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു പോകേണ്ടവരല്ല വിശ്വാസി എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ദീനൊരിക്കലും വിജയിക്കുകയില്ല എന്ന ചിന്തയുള്ളവൻ അവൻ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിക്കാതിരിക്കാൻ പറയില്ല. അവരുടെ ചിന്തയെ ഉണർത്താൻ, അവരങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടവരല്ല എന്ന് പഠിപ്പിക്കാൻ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായത്തിൽ നിരാശപ്പെട്ടാൽ അവന് പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സഹായം കിട്ടുമെന്ന ആ വലിയ പ്രതീക്ഷ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, അത് വ്യക്തിപരമായിട്ടുണ്ടാകാം, കുടുംബപരമായിട്ടുണ്ടാകാം, സാമൂഹ്യപരമായിട്ടുണ്ടാകാം, നമ്മൾ ഇടപെടുന്ന ഓരോ സ്ഥലത്തുണ്ടാകാം. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് പിന്നെ രക്ഷയുണ്ടാവില്ല എന്നതാണ്. അയാളുടെ മനസ്സിന്റെ സങ്കടം, വിഷമം പിന്നെ അയാൾ ജീവനൊടുക്കിയാലും തീരോ, എന്നാലും തീരൂല എന്നുള്ളത്, എന്നാലും അയാൾക്ക് സമാധാനം കിട്ടൂല എന്നാണ് ഖുർആൻ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആശ, നമ്മുടെ പ്രതീക്ഷ, പ്രത്യാശ എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രതീക്ഷ ഒന്നുമില്ല, നാളെ എനിക്ക് ഇന്നതാകണം, നാളെ ഇങ്ങനെ ചെയ്യണം എന്ന സ്വപ്നങ്ങളൊന്നുമില്ല. ഇല്ലാത്തവന് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. ചില ആളുകളുണ്ട്, എന്താ അവർ ജീവിക്കുക, അവർ ഇന്നലെ ജീവിക്കണം. പലരും ഇന്നലകളിൽ ജീവിക്കും. ഇന്നലത്തെ സങ്കടം, ഇന്നലത്തെ വിഷമം, ഇന്നലെ ബിസിനസ് പൊളിഞ്ഞത്, ഇന്നലെ സംഭവിച്ച അത്യാഹിതങ്ങൾ, കഴിഞ്ഞ കാലത്തുണ്ടായ പ്രയാസങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇന്ന് ജീവിക്കാൻ മറന്നു, ഇന്നൊന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചില ആൾക്കാരോ നാളെക്കുറിച്ച് ആവശ്യമില്ലാതെ ആലോചിക്കും, നാളത്തെ ആർത്തി പിടിച്ച് ജീവിതത്തിന് വേണ്ടി അങ്ങനെ മത്സരിക്കും. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇത് കണക്കൂട്ടി അവരുടെ ആയുസ് അങ്ങനെ തീർന്നു പോകും. നമ്മളെ പ്രസന്റ് എന്താകുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ആയുസ്സിൽ വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിരാശയ്ക്ക് അടിമപ്പെടാതെ പോകാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴാണ് നമ്മൾ നിരാശപ്പെടുന്നത്? 4 സന്ദർഭങ്ങളിൽ നമുക്ക് നിരാശ ബാധിക്കാമെന്നാണ് ഖുർആന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാണ് 4 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 1 പാപങ്ങൾ. നമ്മൾ പാപികളായി മാറാം, നിരന്തരം കുറ്റം ചെയ്യുക, തിന്മ ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു സമൂഹമായി, അങ്ങനെ തന്നെ സമൂഹം രൂപപ്പെടാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ പാപങ്ങളുടെ കാരണങ്ങളായി അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവും. ചില പ്രതിസന്ധികൾ അള്ളാഹ് നമുക്ക് മുമ്പിൽ തരും, ശിക്ഷയായിട്ട് വരാം. വമാ അസ്വാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. ഖുർആൻ പറയാണ്, നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തു വെച്ചതിന്റെ അനന്തര ഫലമായി നമ്മൾ തിന്മകളിൽ ഇങ്ങനെ ജീവിക്കുക, തിന്മ ചെയ്യുക, തോന്നിവാസം, വൃത്തികേടുകൾ, തെറ്റ്, മറ്റുള്ളവരോട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സംഘട്ടനങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കി
ഓരോരുത്തരും ജീവിക്കുക. അവന്റെ ജീവിതത്തിൽ പ്രത്യേകമായ പരീക്ഷണം ഉണ്ടാവും. ഒരു കൗമ് മൊത്തം അങ്ങനെ ആവാം, ആ കൗമ് മൊത്തം അങ്ങനെ പരീക്ഷിക്കപ്പെടാം എന്നതാണ് ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. അത് അള്ളാഹു എടുക്കുന്ന ഒരു പരീക്ഷണമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹു വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്, പാപം പുറത്തു കൊടുക്കുന്നുള്ളതാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വ്യക്തിപരമായി തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ചില മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. മുന്നറിയിപ്പ് ഖുർആൻ പറഞ്ഞല്ലോ, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറ ഔ മറത്തൈനി സുമ്മ ലാ യതൂബൂൻ വലാ ഹും യദക്കറൂൻ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പ്രളയങ്ങൾ ഉണ്ടാകും, ദുരന്തങ്ങൾ ഉണ്ടാവും, കാലവിപത്തുകൾ ഉണ്ടാവും, അത്യാഹിതങ്ങൾ സംഭവിക്കും. അത്തരം സന്ദർഭങ്ങളിൽ അത് ചിലപ്പോൾ നമുക്കുള്ള മുന്നറിയിപ്പാവും, ഒന്ന് ഉണരാൻ, ഒന്ന് നന്നാവാൻ, ഒന്ന് കൂടുതൽ ദീനിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെയുള്ള ചില താക്കീതുകളാകുമെന്നാണ്. അങ്ങനെ നമ്മൾ പരീക്ഷിക്കപ്പെടാം. അവിടെ എന്താ ചെയ്യേണ്ടത്? തൗബ ഉണ്ടാവണം എന്നാണ്. തൗബ ഉണ്ടാകുക, നിങ്ങൾ ചിന്തിക്കുക, ഇതിനെപ്പറ്റി ആലോചിക്കുക എന്ന് ഖുർആൻ പറയുന്നു. മൂന്നാമത്തെ എന്താ സംഭവിക്കുക? വിശ്വാസികൾ എന്ന നിലക്ക് പരീക്ഷണം ഉണ്ടാവും. ഒന്ന്, വ്യക്തിപരമായി നമ്മൾ ചെയ്ത പാപത്തിന്റെ പേരിൽ പരീക്ഷണം ഉണ്ടാവും. മറ്റൊന്ന്, നമുക്കൊരു മുന്നറിയിപ്പായുള്ള രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാവും. മൂന്നാമത്തത്, ഒരു വിശ്വാസി മുഅ്മിൻ എന്ന നിലക്കുള്ള പരീക്ഷണം ഉണ്ടാവും. ഇതെന്തിനാണ്? നമ്മുടെ വിശ്വാസം ശരിയാണോ, ഉറച്ചണോ, ഈമാൻ ഇങ്ങനെ യഖീനായണോ, ഉറപ്പുണ്ടോ, അതല്ല നിഫാക്കാണോ, മുനാഫിക്കാണോ, ആളെ കൂടെ കൂടുമ്പാണ് വിശ്വാസി, ഇവിടെ കൂടുമ്പോ അങ്ങനെ ആകുക, അങ്ങനെയാണോ, അതല്ല അതിന്റെ വിശ്വാസം ഉറപ്പാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു മുഅ്മിൻ, വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. എന്തിനാണ്? വലിയ അലമല്ലാഹുല്ലദീന ആമനു വയത്തഖിദ മിൻകും ശുഹദാ. ഉറച്ചിട്ടുണ്ടോ, സാക്ഷ്യപ്പെടുത്താൻ പറ്റിയ തരത്തിലുള്ളതാണ് അവന്റെ ഈമാൻ, അതല്ല അവന് നല്ല ഈമാൻ ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാവും എന്നുള്ളതാണ്. നാലാമത്തത്, വരാനിരിക്കുന്ന ഒരു വലിയ നന്മയുടെ മുന്നറിയിപ്പായിട്ടും ചിലപ്പോൾ എന്തുണ്ടാവും? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നുള്ളതാണ്. അത് ആർക്കറിയുള്ളൂ? ഹൈറും ഷെറും ഒക്കെ കൂട്ടിക്കുഴച്ചായിട്ടും വരിക. പക്ഷേ അത് നമുക്ക് ഇപ്പൊ പ്രയാസമായിരിക്കും, പക്ഷേ നമ്മൾക്കത് അറിയില്ല. അള്ളാഹ് ഇപ്പൊ നമ്മൾ ഈ അനുഭവിപ്പിക്കുന്നത് ഒരു നന്മക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയില്ല. അത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അതറിയുള്ളൂ എന്നുള്ളത്. അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അത്തരം വിഷയങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കാഴ്ചപ്പാട്, നമ്മൾ ചിന്തിക്കുമ്പോ, നമ്മൾ ലോജിക്ക് വെച്ച് ആലോചിക്കുമ്പോ ഒക്കെ എന്താ അത് ഭയങ്കര പ്രയാസമായി തോന്നും. പക്ഷെ അള്ളാഹ് അതിൽ കണക്കാക്കിയിട്ടുണ്ടാവുക വലിയ നന്മയായിരിക്കും എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് 4 രൂപത്തിൽ നമ്മളെ നിരാശ ബാധിക്കാൻ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അവിടെ ഓരോന്നിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിൽ നമ്മൾ തൗബ ചെയ്യുക. ഒരു കൗമ് എന്നുള്ള നിലക്ക് ആളുകൾ ഇങ്ങനെ തിന്മയിൽ പോവുക. തിന്മ ചെയ്തു പോകുമ്പോൾ അവിടെ ലീഡർമാരുണ്ടാവും, നേതാക്കന്മാരുണ്ടാവും, ഓരോ സർക്കിളിലും ഉത്തരവാദപ്പെട്ട ആളുകളുണ്ടാവും. അവരവരെ നന്മയിലേക്ക് വഴി നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ തെറ്റുകൾ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷണങ്ങളിലൂടെ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അത് അള്ളാഹുവിൻ്റെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. അതിൽ ഒന്ന്, നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ അനന്തരഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. 2, നമ്മുടെ മുന്നറിയിപ്പ് എന്ന നിലയ്ക്കുള്ള അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നതാണ്. മറ്റൊന്ന്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെ പ്രവർത്തിക്കുക. അള്ളാഹ് ചിലപ്പോൾ ഹൈറാക്കിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ ഷെറാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? ടെൻഷൻ അടിക്കുക, നിരാശ പൂണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ബേജാറാകേണ്ടതില്ല മുഅ്മിൻ എന്നതാണ് ഖുർആൻ നൽകുന്ന വലിയ പാഠം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തെറ്റുകൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക, പറ്റിപ്പോയതിൽ തൗബ ചെയ്യുക, പേഴ്സണലായിട്ട് വ്യക്തിപരമായി തിരുത്തേണ്ടത് തിരുത്തുക, അവസ്ഥകൾ മെച്ചപ്പെടുത്താൻ. ഇപ്പൊ നമ്മളിങ്ങനെ നിരാശരായ പ്രശ്നങ്ങളായ സാഹചര്യമാണെങ്കിൽ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം? കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അടുക്കും ചിട്ടയോടുകൂടി ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മൂന്നാമത് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ സഹായം കിട്ടൂല എന്നുള്ള നിരാശ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമ്മളെ സഹായിക്കും. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അള്ളയാണ് നമ്മളെ സഹായിക്കാൻ ഉണ്ടാവുള്ളൂ. ആ നിലക്ക് അള്ളാഹുവിന്റെ സഹായത്തെ നിരന്തരമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. മാത്രമല്ല, ആത്മധൈര്യത്തോടെ കോൺഫിഡൻസോടുകൂടി നമ്മൾ കാര്യങ്ങളെ നേരിടുക എന്നതാണ്.
IIT-യിൽ പഠിച്ചൊരു പെൺകുട്ടി എടുത്ത് ആത്മഹത്യ ചെയ്ത വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. അവിടെ നിരന്തരമായി മാനസികമായി തളർത്തപ്പെട്ടു എന്നാണ് പശ്ചാത്തലം നമുക്ക് മനസ്സിലാണ്. അത് കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാണ്. അവിടുത്തെ ജാതീയതയുടെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ, റാങ്ക് കിട്ടിയതിന്റെ പേരിലൊക്കെയുള്ള വലിയ കുശുമ്പും അസൂയയും, അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ രാജ്യത്തൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വർഗീയ തരത്തിലുള്ള ചിന്താഗതികളുടെ ഒരു അനന്തരഫലമായിരുന്നു അവരുടെ മരണം, ആത്മഹത്യ എന്നാണ് കുറിപ്പുകൾ വായിക്കുന്നത്. പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി അങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടാൻ കഴിയാതെ ഒരു കയറിൽ ജീവൻ ഒടുക്കേണ്ടവളാണോ? അവൾക്ക് കിട്ടേണ്ട ആത്മധൈര്യം ഉണ്ടായിരുന്നു, ഈമാന്റെ കരുത്തുണ്ടായിരുന്നു. അത് എവിടുന്ന് കിട്ടാതെ പോയത് എന്നതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയും ഇനി നിരാശ ബാധിച്ച് സങ്കടപ്പെട്ട് ആരെങ്കിലും പീഡിപ്പിച്ചതിന്റെ പേരിൽ, വേദനിപ്പിച്ചതിന്റെ പേരിൽ, മുസ്ലിം എന്ന ഐഡന്റിറ്റിയെ കൊഞ്ഞനം കുത്തിയതിന്റെ പേരിൽ തളർന്നു പോകാതിരിക്കാനുള്ള ഉൾക്കരുത്ത് ഓരോ പ്രദേശത്തും നൽകാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് നൽകാൻ കഴിയണം. ആ നിലക്ക് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സബറാണ്. സബർ വേണം. സബർ അള്ളാഹ് എത്രയാണ് ആയത്ത് പറഞ്ഞത്, സബറോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക, തവക്കുലോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ നമുക്കിതിനൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും നല്ല ശക്തമായ ഈമാനും നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞ സഹോദരങ്ങളുണ്ട്. നമ്മുടെ പള്ളിക്കും അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ഒരുപാട് പള്ളികൾക്കും ഒരുപാട് പണം മുടക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആയുഷിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരുപാട് ഭാഗം ചെലവഴിച്ച ഒരു സഹോദരൻ പ്രയാസപ്പെട്ട് രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. അപ്പോൾ അവരുടെ മക്കൾ പ്രത്യേകം ദുആക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണ ശിഫ നൽകി അല്ലാഹു കൂടുതൽ നന്മകളിൽ മുഴുകാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൈറായൊരു ജീവിതം അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെയൊക്കെ ഗുരുനാഥൻ ബഹുമാന്യനായ കുട്ടിയസൻ മദനി, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത യഥാർത്ഥത്തിൽ നമ്മെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമകാലികരിലും അതുപോലെ തന്നെ സഹപാഠികളിലും അന്ന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലുമൊക്കെയുള്ളവർ നമ്മോട് ആ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നന്മകളെക്കുറിച്ച് വാതോരാതെ വാചാലമായി സംസാരിച്ചവരുണ്ട്. ഓരോരുത്തരും വിട പറഞ്ഞു പോകുമ്പോഴാണ് അവരുടെയൊക്കെ സാന്നിധ്യം എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്നും കൂടുതൽ ഉപയോഗപ്പെടുത്താമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും ഒരു മഹലിലാവട്ടെ, ഒരു കുടുംബത്തിലാവട്ടെ, ഓരോ വ്യക്തികൾക്കും അവർക്ക് നിർവഹിക്കാനുള്ള വലിയ ദൗത്യം ഉണ്ടാവും. അത് ഓരോ സമൂഹവും തിരിച്ചറിയാതെ പോയാൽ വേർപാടുകൾക്ക് ശേഷം നമ്മളിങ്ങനെ കുറേ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വേരുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മഹലിലെ വേരുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള നമുക്ക് വെളിച്ചം കാണിച്ച ഒരുപാട് മഹാന്മാർ ഇപ്പോഴും നമ്മുടെ മഹല്ലുകളിലുണ്ട്. അവരെയൊക്കെ അടുത്ത തലമുറക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാം കലങ്ങി തെളിയട്ടെ എന്ന് കരുതി നമ്മൾ വലക്ക് ചിന്തിക്കും. എല്ലാം തെളിഞ്ഞിട്ട് മതി എന്ന് നമ്മൾ ആലോചിക്കും. എല്ലാം തെളിഞ്ഞൊരു കാലം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ കൈകളിൽ കിട്ടിയ അധികാരവും നേതൃത്വവും നമുക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലകളൊക്കെ അടുത്ത തലമുറക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണം. ഇന്ന് തീർന്ന അന്ന് തീർന്ന് ഇത് നമുക്ക് തിരിച്ചു കിട്ടൂല. കുട്ടിയസമ്മതനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ഇക്കരപ്പടിയിലെ പുളിക്കലെ സിയാങ്കണ്ടത്തെ ഈ പ്രദേശത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു വലിയ പണ്ഡിതനും നേതാവും സംഘടനാ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം എന്നതിൽ സംശയമില്ല. ആയിരങ്ങൾക്കാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം പകർന്നു നൽകിയത്. നമ്മുടെ ഈ മിമ്പറിൽ ഒരുപാട് കാലം അറിവ്, മതവിജ്ഞാനം പകർന്ന ഒരു മഹാനായ പണ്ഡിതനായിരുന്നു യഥാർത്ഥത്തിൽ കുട്ടിയസൻ മദനി. സിയാങ്കണ്ടത്തും പുളിക്കലുമൊക്കെ അദ്ദേഹം ഒരുപാട് ഖുത്ബകൾ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖുത്ബകളിൽ നമുക്ക് പരലോക ബോധവും അതുപോലെ തന്നെ സമകാലികമായ നമ്മുടെ ചുറ്റുപാടിൽ സ്വീകരിക്കേണ്ട വലിയ വിജ്ഞാനവുമൊക്കെ ലഭിക്കുന്ന മഹത്തായ ഖുത്ബകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖുത്ബകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിജ്ഞാനം ആർജിച്ച ഒരു വലിയ പണ്ഡിതനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമകാലികരൊക്കെ നമ്മുടെ ജനാസയിൽ പങ്കെടുത്ത് ഈ സംഭവം അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടം തൊട്ടുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. പുഞ്ചിരിയോടെയല്ലാതെ ഒരാളെയും അദ്ദേഹം അഭിമുഖീകരിച്ചതായി എനിക്കനുഭവമില്ല. ചെല്ലുന്ന സമയത്തൊക്കെ എത്രമാത്രം വിനയാന്വിതനായി, നമ്മളൊക്കെ വളരെ ചെറുപ്പമാണ് പറയുമ്പോൾ, പക്ഷേ നമ്മളെക്കാളും വലിയ വിനയത്തോടു കൂടി
നമ്മളെ സ്വീകരിക്കുന്ന ഒരു വലിയ മനസ്സിനുടമയായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മകളുണ്ട്, അതിന് തുടർച്ചകളുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മദനിമാർ, ഒരുപാട് മദനിമാർ ഇവിടെയുണ്ട്. അന്നവർ അവരുടെ ജീവിതം, അവരുടെ ആയുസ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദിനു വേണ്ടി മാറ്റിവെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ഈ മിമ്പറിൽ നിന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ ഈ പള്ളി ഉണ്ടാകുമായിരുന്നില്ല, ഇവിടെ ഇന്ന് കാണുന്ന ഈ ആദർശ കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഈ ആദർശത്തിന്റെ മഹത്തായ വെളിച്ചം കിട്ടാതെയാണ് നമ്മളൊക്കെ മരണപ്പെട്ടു പോയിരുന്നത് എങ്കിൽ നാളെ നമ്മുടെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു? അതുകൊണ്ട് നമ്മൾ ഈ മഹാന്മാരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നത് പ്രത്യേകിച്ച് അതിന് ശേഷമുള്ള തലമുറകൾ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ നിലക്ക് അവരോടുള്ള കൃതജ്ഞത പ്രാർത്ഥനയായി നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് പ്രത്യേകം വസിയത്ത് ചെയ്യാനുള്ളത്. നമ്മുടെ സ്വകാര്യ സന്ദർഭങ്ങളിലും നമസ്കാര ശേഷവുമൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എടക്കാടൻ മൗലവി സമയത്ത് ഓർത്തുപോവുകയാണ് മുഹമ്മദ് മദനി. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ, നമ്മൾ ഇവരുടെ അനുഭവങ്ങളെ കൂടുതൽ നേരിട്ട് കണ്ടവരല്ല, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ ഇരുളടഞ്ഞ ആ സാഹചര്യത്തിൽ അവരതിനെ മറികടന്ന ഈമാനിന്റെ കരുത്തുകൊണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ നിരാശ കൊണ്ടിരിക്കുകയായിരുന്നില്ല. എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഇടപെട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഒന്നിച്ചു നിന്ന്, ഒരുമിച്ച് ചേർന്ന് നിന്ന് അത് പോരാടി ജയിക്കുകയുണ്ടായത്. അങ്ങനെ അവർ ജയിച്ച സാഹചര്യത്തെ എൻ മുഹമ്മദ് മദനിയൊക്കെ നമ്മളോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിക്കാനുള്ളത് ഈ തലമുറക്ക്, ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറക്ക്, ഇവിടെ വളർന്നു വരുന്ന നമ്മുടെ തലമുറക്ക് നമ്മുടെ പള്ളിയും മദ്രസയും അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി ഈ ആദർശത്തിന്റെ വെളിച്ചത്തെ കൈമാറാനുള്ള വലിയ അവസരങ്ങൾ മുടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ്. എത്രയോ കാലം, 10-15 വർഷം നമ്മളിതൊക്കെ പലപ്പോഴും പല കാരണം പറഞ്ഞ് അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ അതാണ് ചെയ്യുന്നത് എങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നതിലൊരു സംശയവുമില്ല. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ ഒരു ബാധ്യത എന്ന നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ വിശാലമാക്കുകയും അനുബന്ധമായ കാര്യങ്ങളിൽ തുറന്ന മനസ്സോടുകൂടി ഇടപെട്ടുകൊണ്ട് ഇവിടെ വരുന്ന തലമുറക്ക് വിശാലമായ ദീനീ പ്രബോധനത്തിന് സാധ്യമാകുന്ന തരത്തിൽ അറിവാർജിക്കാനും ദീന് പ്രവർത്തിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുവാൻ ആവശ്യമായ തരത്തിൽ നമ്മളെയൊക്കെ പ്രാപ്തമാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കാരണവന്മാർക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ ചെയ്ത ചെറുതും വലുതുമായ നന്മകളെ മുഴുവൻ നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുമ്പോൾ അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നുപോയിട്ടുള്ള അപാകതകൾ അള്ളാഹുവെ നീ നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. കുട്ടി ഹസൻ മദനിയുടെ മരണകാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, മക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ട്. നേരിട്ടറിയുന്നവർ പലപ്പോഴും അത് പങ്കുവച്ചിട്ടുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ക്ഷമയോടുകൂടി ഈ പ്രയാസങ്ങളെ നേരിടാനുള്ള കരുത്ത് അള്ളാഹു അവർക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിവിധ തരത്തിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ വിഷമിക്കുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നാഥാ നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഈ ദീനീ പ്രബോധന രംഗത്ത് ഞങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന ഞങ്ങളുടെ കാരണവന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ ദീനിന്റെ വെളിച്ചം സ്വീകരിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് കണ്ണടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ധാരാളം സതുദ്ദേശങ്ങളോടുകൂടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണേ അള്ളാഹുവേ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.